ഗൈസ് നമ്മളവിടെ എത്തിക്കുന്നു. ഹലോ കേട്ടികളെ, രാവിലെ തന്നെ നോക്കിയാ നമ്മുടെ മണിയെ തിന്നിട്ടാ നമ്മളിപ്പോ എങ്ങടാ പോണെന്നില്ലേ. അപ്പൊ സമയം ഒരു പുലർച്ചെ 4 മണി 4:30 കഴിഞ്ഞിട്ടാ. നമ്മള് രണ്ടുപേരും പുലർച്ചെ നോക്കിയ സൺസെറ്റ് കാണാനായിട്ട് പോവാ എങ്ങട് സ്നേഹതീരം ബീച്ചിട്ടാ. അങ്ങനെ പോണ വഴിക്ക് നമ്മളിതേ പെട്രോൾ പമ്പ് കണ്ടുട്ടാ. അവിടെ വരെ എത്തിയിട്ട് നോക്കിയാ തിരിച്ചു വരണമെങ്കിൽ നമുക്ക് ഇന്ധനം വേണം. ഇന്ധനം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ലോക്ക് ഔട്ടാ. അപ്പൊ എന്തായാലും നമ്മൾ നോക്കിയ നേരത്തെ 10-200 നമ്മൾ ഇന്ധനം അടിച്ചിട്ടാ നമ്മൾ ചെലിക്കണം. രാവിലെ 5 മണി 5:30 കൊണ്ട് ഭയങ്കര തണുപ്പാട്ടോ അവിടെ. അങ്ങനെ നമ്മളിതേ ബീച്ചിക്ക് എത്തി. ബീച്ചിലെത്തിപ്പോ ഒറ്റ മനുഷ്യന്മാരില്ലേട്ടാ. അപ്പൊ നമ്മൾ നേരെ ചായ കുടിക്കാന്ന് വെച്ചിട്ടാ. നോക്കിയാ അവിടെ കടകളൊന്നും തുറന്നിട്ടില്ലേട്ടാ. അവിടെ നമ്മൾ 1.5 കിലോമീറ്റർ തന്നിട്ടാ അപ്പുറത്തൊരു കട പോയിട്ടാ നമ്മള് ചായ കുടിച്ചത്. അങ്ങനെ ചായ കുടിച്ച് അവിടെ തിരിച്ചെത്തിപ്പോ നോക്കിയാ അവിടെ വെളിച്ചൊക്കെ വന്നു തുടങ്ങിട്ടാ. ഞങ്ങൾ തിരിച്ചെത്തിപ്പോ അവിടെ സമയം 6 മണി 7 മണിയൊക്കെ ആയിട്ടാ. ആണെങ്കിൽ അവിടെ നോക്കിയാ ഞണ്ടുകൾ കിടന്നോടാന്ന്. അപ്പൊ നോക്കിയാ നമ്മള് ഞണ്ടിന്റെ പിന്നാലെ കിടന്നോടി നടക്ക. എന്തിനീ ഞണ്ടിനെ പിടിക്കാ എന്തുട്ടാലേ. ഗൈസ് ഗഡികളെ, നമ്മളിപ്പോ ഇവിടെ വന്നപ്പോഴേ നമ്മള് ടോയ്ലറ്റിക്ക് പോകാൻ നോക്കിട്ടാ. ടോയ്ലറ്റ് സംഭവിച്ചിട്ടാ അഞ്ചേട്ടാ. അപ്പൊ നിങ്ങളിപ്പോ കണ്ടത് എന്തൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ? ആരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ എന്തൊരു സംഭവം എന്ന് പറഞ്ഞുതരാം. അതാദ്യമേ ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് തെറ്റിദ്ധരിച്ചേട്ടാ. സംഭവം എന്തൊരു സംഭവം വെച്ചാലേ അവിടെ അകത്തേക്ക് കുളിക്കാൻ പാടില്ല എന്നാട്ടാ തിരിച്ചാണ്. ഞങ്ങൾ തെറ്റിദ്ധരിച്ചു, നിങ്ങളും തെറ്റിദ്ധരിച്ചു അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളാണെങ്കിൽ ഇവിടെ എത്തി നോക്കി ഒരു 6 മണി 6:30 എത്തി ഇവിടെ. പക്ഷെ നമുക്കാണെങ്കിൽ ഉച്ചയ്ക്ക് പരീക്ഷ ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് വേഗം പോകണം. അത് കാരണം നമ്മൾ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അത് കാരണം നമ്മൾ നേരെ വീട്ടിലേക്ക് തെറിക്കാൻ വിചാരിച്ചുട്ടാ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോണ വഴിക്കട നമ്മളെ തൃപ്രയാർ അമ്പലം. അത് കാരണം നമുക്ക് അകത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അകത്തേക്ക് പോകാൻ സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നൊരു ദിവസം വരാൻ വിചാരിച്ചിട്ട് അമ്പലത്തേക്ക്. അപ്പൊ എങ്ങനെയാ അടിയിൽ കാണുന്ന ഫോളോ ബട്ടൺ പിടിച്ച് അമർത്തിട്ട്. അത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല കേട്ടാ. അപ്പൊ ശരി എന്നാ കേട്ടികളെ, ഓക്കെ ബൈ. പിന്നെ കേട്ടാ.